ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്ബോർഡ് CUT. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജ്ബോർഡ് CUTയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ എജ്ബോർഡിൽ ഈ പറഞ്ഞ CUT കോഴ്സ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും കണ്ടാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള അനലിസും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും അത് തന്നെയാണ്. നമ്മുടെ 2026 എക്കണോമിക്സിന്റെ സിലബസിൽ കാര്യമായ മാറ്റങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് അറിയാം, ഈ പറഞ്ഞ CUTക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജനുവരി 30. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ജനുവരി 30 ഉള്ളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സിലബസ് എന്താണെന്ന് കൂടി പഠിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടിയാണ് ഇത്തവണത്തെ CUT, അഥവാ 2026 CUT നിങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് ആണെന്നുള്ള കാര്യം ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും സിലബസ് നോക്കുമ്പോൾ അതിൻ്റെ മുൻപ് 2024 സിലബസ് കൂടി നമ്മൾ പരിശോധിക്കണം. അപ്പോൾ നോക്കിക്കോ, 2024 സിലബസും 2025 സിലബസും ചെറിയൊരു മാറ്റം അല്ലേ? നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും, അണ്ണൻ തമ്പി സിനിമയിലുള്ള മമ്മൂട്ടിയുടെ അതേപോലെ തന്നെ ചെറിയൊരു മറുകു എന്ന പോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ രീതിയിലായിരുന്നു CUT എക്സാം. എന്നാൽ 2026 വരുന്ന സമയത്ത് നിങ്ങൾ 2024 എന്താണോ കണ്ടത്, 25 എന്താണോ കണ്ടത്, അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് 2026 എക്സാം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെയായിരിക്കും നമ്മുടെ 2026 CUT UG എക്കണോമിക്സിന്റെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ടുള്ള കാര്യം, നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് CUT എക്സാമിന് വേണ്ടി നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, 2024 സിലബസും 2025 സിലബസും, ഈ രണ്ട് സിലബസുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് 2026 സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ എഴുതിയത് പോലെ തന്നെ നിങ്ങളിവിടെ കാണുന്നുണ്ടാവും 2024 25 സിലബസ് ആണ് നമുക്ക് എന്ത് വേണ്ടത് 26 വേണ്ടത്. അപ്പോൾ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നോക്കിക്കോളും, 2024 സിലബസിൽ എന്തായിരുന്നു മാറ്റം, 25 എന്തായിരുന്നു മാറ്റം, 26 മാറ്റം ഞാൻ കാണിച്ചുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ 2024 നമുക്ക് പഠിക്കാനുള്ളത് 10 യൂണിറ്റാണ്, അതായത് 10 ചാപ്റ്ററുകളായിരുന്നു CUTക്ക് വേണ്ടി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഈ CUT എക്സാമിനുള്ള 10 ചാപ്റ്ററിൽ വെറും 2 യൂണിറ്റുകൾ മാത്രമാണ് മൈക്രോ കൊടുത്തത്. 2 യൂണിറ്റുകൾ മാത്രമാണ് മൈക്രോ എക്കണോമിക്സ് ഉണ്ടായിരുന്നത്. അതും ഇൻട്രൊഡക്ഷനും കൺസ്യൂമറും മാത്രം കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഇല്ല, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ 2 യൂണിറ്റ് മാത്രം കൊടുത്തിരുന്നത്. എന്നാൽ മാക്രോ എക്കണോമിക്സ് ആ സ്ഥാനത്ത് 5 യൂണിറ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 5 യൂണിറ്റ് ഉണ്ടായിരുന്ന മാക്രോ എക്കണോമിക്സ് മൈക്രോക്ക് വളരെ ഇമ്പോർട്ടൻസ് കുറവായിരുന്നു. എന്നാൽ അതേസമയം +1 നമ്മുടെ ഇന്ത്യൻ എക്കോണമി നിങ്ങൾക്ക് 3 ചാപ്റ്ററും അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തം നമുക്ക് പഠിക്കാണ്ടായിരുന്ന 10 ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ +1 കുറച്ച് കണ്ടന്റും +2 കുറച്ച് കണ്ടന്റും ചേർത്തിട്ടായിരുന്നു അന്നത്തെ CUT എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടായിരുന്ന മൈക്രോക്ക് അന്ന് പ്രാധാന്യം കുറവായിരുന്നു. ഇത് മനസ്സിലാക്കിയ NTA എന്ത് ചെയ്തു, 2025 CUT എക്സാം വന്ന സമയത്ത് മൈക്രോക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അപ്പോഴും എന്തായിരുന്നു, 10 ഉണ്ടാക്കിയിട്ട് തന്നെ നമ്മുടെ യൂണിറ്റിൻ്റെ എണ്ണം കറക്റ്റായിട്ട് അതായത് 10 എണ്ണം നിർത്തി. പക്ഷേ മൈക്രോയുടെ എണ്ണം കൂട്ടി എത്രയാണ്, ഒരു 3 ചാപ്റ്ററുകൾ കൂട്ടി +3 കൂടി ചേർത്തുകൊണ്ട് 5 യൂണിറ്റുകൾ പഠിക്കാനായി. അതുപോലെ തന്നെ മാക്രോയിലെ 5 യൂണിറ്റുകൾ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത് അതുപോലെ നിലനിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അന്ന് നമുക്ക് ആകെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മാക്രോ ആയിരുന്നു 2024 കൊടുത്തതെങ്കിൽ 2025 വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, മൈക്രോക്കും മാക്രോക്കും കൂടി എന്ത് ചെയ്തു ഈ പറഞ്ഞ 2025 ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടായിരുന്ന 3 ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ എന്ത് ചെയ്തു, ഒഴിവാക്കുകയാണ് ചെയ്തത്. പകരം +2 മാത്രം സിലബസ് പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, CUT ക്രാക്ക് ചെയ്യാം എന്ന നിലയിലായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല അഡ്വാൻറ്റേജ് ഉള്ള കാര്യമായിരുന്നു. മൈക്രോയും മാക്രോയും പഠിക്കണം എന്നുള്ളത് മാത്രം അതിലൊരു ആകെ നമുക്കൊരു കുറവുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മൈക്രോയിൽ നമ്മൾ സ്കൂളിൽ പഠിച്ച 5 ചാപ്റ്ററുകളും മാക്രോയിൽ പഠിച്ച 5 ചാപ്റ്ററുകളും ചേർത്തിട്ടായിരുന്നു നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ 2026 വരുമ്പോൾ ഈ മാറ്റങ്ങൾ എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോളൂ, 2026 വന്നപ്പോൾ വലിയ മാറ്റമാണ് സംഭവിച്ചത്. നമ്മുടെ യൂണിറ്റിൻ്റെ എണ്ണം കൂടി 13 യൂണിറ്റുകൾ പഠിക്കാറുണ്ട്. അയ്യോ സാറേ പണിയായല്ലോ, 13 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയും പഠിക്കേണ്ട, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മൈക്രോയിലെ ഒരു ചാപ്റ്ററിൻ്റെ എണ്ണം എന്ത് ചെയ്തു, ഒന്ന് കുറച്ചു. നമ്മുടെ മൈക്രോയിൽ ഒരു ചാപ്റ്റർ കുറച്ചു, 4 യൂണിറ്റാക്കി മാറ്റി. അപ്പോൾ 4 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണോ, നമ്മുടെ മൈക്രോൻ്റെ ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, കൺസ്യൂമേഴ്സിനെ കുറിച്ച് പറയുന്നത് വരുന്നുണ്ട്, അതുപോലെ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് പറയുന്നത്, ഉൽപ്പാദകരും അതേപോലെ ഉപഭോക്താക്കളെ കുറിച്ച് പറയുന്നുണ്ട്, ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. കഴിഞ്ഞു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ഇപ്പോൾ നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഇക്വിലിബ്രിയം, അതുകൂടി പെർഫെക്റ്റ് കോമ്പറ്റീഷനിലേക്ക് ചേർത്ത് ഇങ്ങനെ 4 യൂണിറ്റാക്കി മാറ്റി. ദെൻ ഈ പറഞ്ഞ മാക്രോ പഴയതുപോലെ തന്നെ 5 യൂണിറ്റായിട്ട് ഒരു മാറ്റം ഇല്ലാതെ നിലനിർത്തിയിട്ടുണ്ട്. 5 യൂണിറ്റ് തന്നെ പഠിക്കാനുണ്ട്. ആൻഡ് ഇന്ത്യൻ എക്കോണമി 4 യൂണിറ്റുകളെ ചേർത്ത്.
4 യൂണിറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഇന്ത്യൻ എക്കോണമിയിലെ 4 യൂണിറ്റുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാൻ നോക്കുള്ളൂ. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കാം. ഇന്ത്യയുടെ ചരിത്രമാണ്, ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അല്ലാതെ ഒരു കാര്യം നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ എക്കണോമിക് ഹിസ്റ്ററി മാത്രം, കറണ്ട് എക്കോണമി പഠിക്കാനില്ല, ഇന്ത്യൻ എക്കോണമിയുടെ ഹിസ്റ്ററി മാത്രം പഠിക്കാനുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ +1ഉം +2ഉം കൂട്ടിച്ചേർത്ത് എന്ത് കിട്ടും? നമ്മുടെ ഈ വർഷത്തെ CUTയുടെ സിലബസും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഓരോന്നും യൂണിറ്റുകൾ എന്തൊക്കെയാണ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മൈക്രോയിൽ പഠിക്കാനുള്ള ഞാൻ പറഞ്ഞു 4 യൂണിറ്റുകൾ നമുക്ക് പഠിക്കാനുള്ളത്. 4 യൂണിറ്റുകൾ പഠിക്കാണ്ട് ഈ 4 യൂണിറ്റുകളിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് വേറെ ഒന്നുമല്ല, ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇൻട്രോഡക്ഷൻ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ ബിഹേവിയറെ കുറിച്ച് പറയുന്നതും അതേപോലെ ഇൻട്രോഡക്ഷനും ഒറ്റ ചാപ്റ്ററാണ്. കൺസ്യൂമർ ബിഹേവിയറും ഇൻട്രോഡക്ഷനും ഒരൊറ്റ ചാപ്റ്റർ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതാണ് ഇൻട്രോഡക്ഷൻ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. മുൻപ് അത് 2 ചാപ്റ്റർ ആയിരുന്നു, ഇപ്പോൾ അത് 1 ചാപ്റ്റർ ആക്കി മാറ്റി. ആൻഡ് രണ്ടാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള TP, AP, MP, അതുപോലെ TVC, TFC ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കോസ്റ്റ് കർവും പ്രൊഡക്ഷൻ കർവും ഉണ്ടല്ലോ, ഈ സംഭവം തന്നെയാണ് അവിടെ പഠിക്കാനുള്ളത്. ആൻഡ് തേർഡ് യൂണിറ്റ് ഇപ്പോൾ ഏതാണ് നിലവിൽ? തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നമ്മൾ പഠിച്ചാണല്ലേ, നമ്മൾ സ്കൂളിൽ ഈ പറഞ്ഞ ചാപ്റ്റർ +2 പഠിച്ചിട്ടുണ്ട്, അതേ സംഗതിയെ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നല്ല അഡ്വാൻറ്റേജ് ആണെന്ന് പറഞ്ഞത്. കാരണം നിങ്ങൾ എന്താണോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമേ CUTക്ക് വേണ്ടി പഠിക്കണുള്ളൂ. കുറച്ചുകൂടി എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചുകൂടി പൊടിപ്പും തൊങ്ങലും ചേർക്കും എന്ന് പറയുന്ന പോലെ കുറച്ചുകൂടി ചേർക്കേണ്ടി വരും മാത്രം. ആൻഡ് ഫോർത്ത് ചാപ്റ്റർ, ഇതിലെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ്. കണ്ടല്ലോ, മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നതാണ് ആൻഡ് സിമ്പിൾ ആപ്ലിക്കേഷൻ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന FAD തിയറി എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ പറ്റും. എക്കണോമിക്സിൻ്റെ സിലബസിലെ കാര്യമായ മാറ്റങ്ങൾ, ഈ പറഞ്ഞ 26 സിലബസിലെ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു തരുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് നമ്മൾ ഈ പറഞ്ഞ മൈക്രോ കഴിഞ്ഞ പോലെ തന്നെ മാക്രോയിൽ 5 യൂണിറ്റുകളുണ്ട്. നമ്മൾ എല്ലാ തവണയും കാണുന്ന പോലെ 5 യൂണിറ്റുകൾ. ഒന്നാമത്തെ യൂണിറ്റ് എന്താണ്? ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആൻഡ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. ഓക്കെ, കഴിഞ്ഞ വർഷം അങ്ങനെയല്ല, ഇൻട്രൊഡക്ഷൻ വേറെയും അതേപോലെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് വേറെ ചാപ്റ്ററിനും. ഇത്തവണ ഇൻട്രൊഡക്ഷനും അതേപോലെ കൺസ്യൂമറും കൂട്ടിച്ചേർത്ത പോലെ തന്നെ ഇൻട്രൊഡക്ഷനും നാഷണൽ ഇൻകം എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നിച്ചൊരു ചാപ്റ്റർ ആക്കി മാറ്റിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ആൻഡ് ബാങ്കിങ് ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള RBIയുടെ മോണിറ്ററി പോളിസി, ഫിസിക്കൽ പോളിസി അടക്കമുള്ള കാര്യങ്ങളും ബാങ്കിങ്ങിൻ്റെ ഫംഗ്ഷൻസും M1, M2, M3, M4 എന്നൊക്കെ പറയുന്ന അതേ സിലബസിലെ അതേ കണ്ടന്റ് തന്നെയാണ് ഇവിടെയും പഠിക്കാനുള്ളത്. ആൻഡ് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്. നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമില്ലാത്തൊരു ചാപ്റ്റർ ആയിരിക്കും നിങ്ങളുടെ ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതേ ചാപ്റ്റർ ആണിത്, പക്ഷെ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവുള്ളൂ. ആൻഡ് ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഗവൺമെന്റ് ബജറ്റ് ആൻഡ് ഇക്കോണമി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബജറ്റ് ആൻഡ് എക്കോണമി, ഗവൺമെന്റിനെ കുറിച്ചുള്ളതാണ്. മൾട്ടിപ്ലയറും കാര്യങ്ങളൊക്കെ വരുന്ന ആ ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ 5ാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ എക്കോണമിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ +2ലെ മൈക്രോ മാക്രോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണമെന്നുള്ള കാര്യം ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്താണ് ഈ പറഞ്ഞ മൈക്രോ മാക്രോക്ക് പുറമേയുള്ള ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്? അവിടെ നിങ്ങൾ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 യൂണിറ്റുകളുടെയും പ്രത്യേകത നോക്കുള്ളൂ. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് പോളിസീസ് ആൻഡ് എക്സ്പീരിയൻസ്, 1947 മുതൽ 90 വരെയുള്ള. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയുടെ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്തെ കാര്യമല്ല നമ്മൾ നോക്കുന്നത്, ആ കിട്ടിയ സമയം മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ 1950 to 1990 എന്ന് പറഞ്ഞിട്ടാണ് +1 ഫസ്റ്റ് അല്ല സെക്കൻഡ് ചാപ്റ്റർ പഠിച്ചല്ലേ. പക്ഷേ 1ഉം 2ഉം ചാപ്റ്റർ നമ്മുടെ +1 നിങ്ങൾ പഠിച്ചിരുന്ന 1, 2 ചാപ്റ്റർ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരൊറ്റ യൂണിറ്റ് ഉണ്ടാക്കിയത്. ആൻഡ് ദ സെയിം ടൈം രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എക്കണോമിക് റിഫോംസ് സിൻസ് 1991 എന്ന് പറഞ്ഞ് 1991 മുതലുള്ള ന്യൂ ഇക്കണോമിക് പോളിസി, നമ്മൾ പഠിച്ചിട്ടുള്ള ന്യൂ ഇക്കണോമിക് പോളിസിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്നത്. ആൻഡ് തേർഡ് വൺ കറണ്ട് ചലഞ്ചസ് ഫേസിങ് ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് ചലഞ്ചസ് എന്ന് പറയുമ്പം അതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. പോവർട്ടി ഒഴിവാക്കിയിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഒഴിവാക്കിയിട്ടുണ്ട്. പകരം നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ പഠിക്കാനുണ്ട്, റൂറൽ ഡെവലപ്മെന്റ് പഠിക്കാനുണ്ട്, എംപ്ലോയ്മെന്റ് പഠിക്കാനുണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പഠിക്കാനുണ്ട്, എൻവയോൺമെന്റ് പഠിക്കാനുണ്ട്. ഇങ്ങനെ 5 മേഖല കൂടി നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടും വെച്ചാൽ ഇത് നമ്മുടെ പക്ക +1 കണ്ടന്റുകൾ മാത്രമാണ് ഇവിടെ വരുന്നത്. ലാസ്റ്റ് വൺ നമ്മൾ ചൈനയെയും പാകിസ്ഥാനെയും വെച്ച് ഇന്ത്യയെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ചാപ്റ്റർ ഉണ്ട്, കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അതേ കണ്ടന്റാണ് കൊടുത്തിട്ടുള്ളത്. ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ ഓഫ് ഇന്ത്യ കമ്പാരിസൺ വിത്ത് നെയ്ബേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് നമുക്ക് എന്നുള്ള ഇന്ത്യൻ എക്കോണമി പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനോടൊക്കെ ഞാൻ പറഞ്ഞത് എന്തൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് വെച്ചാൽ മൈക്രോയിലെ 4 ചാപ്റ്റർ, മൈക്രോയിലെ 4 ആൻഡ് മാക്രോയിലെ 5 ചാപ്റ്റർ,
ഇന്ത്യൻ എക്കോണമി നമുക്ക് 4 ചാപ്റ്റർ, ആകെ മൊത്തം 13 ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 13 ചാപ്റ്റർ പഠിച്ചിട്ട് അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ഞാൻ പറഞ്ഞുതരാം, എക്കണോമിക്സിന് നിങ്ങൾ എടുക്കുന്ന ഒരു എഫേർട്ട് പോലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. കാരണം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പഠിക്കുന്ന കണ്ടന്റ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക. അത് പഠിച്ച് കൃത്യമായിട്ട് തയ്യാറായിക്കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന CUT എക്സാമിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് CUT എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹമെങ്കിലും വെച്ചുകൊണ്ടാണ് നിങ്ങളിത് കാണുന്നത്. അപ്പോൾ 2026 CUT എക്സാം ഇന്ത്യ മുഴുവനായിട്ട് നടക്കാൻ പോകുന്ന UG എക്കണോമിക്സിന് വേണ്ടിയിട്ടുള്ള എക്കണോമിക്സിൻ്റെ ഈ പറഞ്ഞ CUT എക്സാമിൽ ആ മാർക്ക് അടിച്ചുകൊണ്ട് ക്രാക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ നല്ല സ്റ്റൈപ്പൻഡോട് കൂടി നല്ല സ്കോളർഷിപ്പോട് കൂടിയും പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും കൂട്ടത്തിൽ നിങ്ങളുടെ പേരുകൾ ഉണ്ടാവണം. അതുവഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു കാര്യമുണ്ട്. അത് സ്വപ്നം കണ്ടുകൊണ്ട് അതിന് വേണ്ടി പണിയെടുക്കാൻ എൻ്റെ മക്കൾ തയ്യാറാണെങ്കിൽ മക്കളെ ഒരു പേടിയും മേടിക്കണം, നിങ്ങളുടെ കൂടെ നിൽക്കാൻ എജുപോർട്ടിൽ. അപ്പോൾ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ കിട്ടും. അപ്പോൾ ആ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇൻഫർമേഷൻ വേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ തൊട്ട് താഴെ ഉണ്ടാവും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ട് നമ്മൾ ഇനിയുള്ള ദിവസം പോകുമെന്നും നമ്മൾ കൃത്യമായിട്ട് തന്നെ പരീക്ഷയ്ക്ക് പഠിച്ച് +2 പരീക്ഷ നന്നായിട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏറ്റവും നന്നായിട്ട് നമ്മുടെ എഫേർട്ട് ഇട്ടുകൊണ്ട് ഈ പറയുന്ന പരീക്ഷ നമ്മൾ ക്രാക്ക് ചെയ്യുമെന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ മാത്രം മുന്നോട്ട് പോകുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വീണ്ടും കാണാം. ബൈ.